ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ റെഡിനെസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച സ്പെൻഡ് കെയർഫുള്ളി, യൂണിവേഴ്സ് എ ഗ്രേറ്റ് വണ്ടർ, കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്നീ പാഠങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓർത്തു നോക്കാം. 6ാം ക്ലാസ്സിലെ വീഡിയോകൾ തുടർന്നും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. എല്ലാ കൂട്ടുകാരും കാണുമല്ലോ. കരുതലോടെ ചെലവിടാം. താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ കുടുംബാംഗങ്ങൾ ഏതെല്ലാം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? കുറിക്കൂ. ഓരോ ചിത്രങ്ങളും ശ്രദ്ധിക്കൂ. ഓരോരുത്തരും ഓരോ ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അല്ലേ? അമ്മ കച്ചവടം ചെയ്യുന്നു. ചേച്ചി തയ്യൽക്കട നടത്തുന്നു. അമ്മൂമ്മ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്നു. അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. അമ്മായി പരിസരം വൃത്തിയാക്കുന്നു. മകൻ പന്ത് കളിക്കുന്നു. ഇതിൽ ഏതൊക്കെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് വരുമാനം ലഭിക്കുന്നത്? അമ്മ ചെയ്യുന്ന കച്ചവടം, ചേച്ചി നടത്തുന്ന തയ്യൽക്കട, അച്ഛൻ ഓടിക്കുന്ന ഓട്ടോറിക്ഷ, ഇവയിൽ നിന്നെല്ലാം വരുമാനം ലഭിക്കുന്നു. ഇവയെല്ലാം തൊഴിലുകളാണ്. തൊഴിൽ, വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഒന്നാണ് തൊഴിൽ. വരുമാനം, തൊഴിലിൽ നിന്നുള്ള വരുമാനം കൂലിയായോ ശമ്പളമായോ ലഭിക്കാം. ദി മദർ റൺസ് എ ഷോപ്പ്. സിസ്റ്റർ റൺസ് എ ടൈലറിംഗ് ഷോപ്പ്. ഗ്രാൻഡ് മദർ ഡ്രോയിങ് വാട്ടർ ഫ്രം ദ വെൽ. ഫാദർ ഡ്രൈവിംഗ് ആൻ ഓട്ടോറിക്ഷ. ഓണ്ട് ക്ലീനിങ് ദ പ്രിമൈസസ്. സൺ playing with a ball. Write down the activities from which they earn money. The mother runs a shop. Sister runs a tailoring shop. Father driving an auto rickshaw. Occupation. Employment is an economic activity that generates income. Income. Reward of employment is either earned in the form of wages or salaries. സാമ്പത്തിക സുരക്ഷിതത്വം മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഭാവിയിൽ ഉണ്ടാകാവുന്ന ചെലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യമാണ്. കുടുംബാംഗങ്ങളുടെ വരുമാനവും ചെലവും നോക്കിയാൽ താഴെ പറയുന്ന 3 അവസ്ഥ കാണാവുന്നതാണ്. വരുമാനവും ചെലവുകളും തുല്യമാണ്. വരുമാനം കൂടുതൽ, ചെലവ് കുറവ്. വരുമാനം കുറവ്, ചെലവ് കൂടുതൽ. വരുമാനം മിച്ചം വയ്ക്കാൻ കഴിയുന്നത് ഇതിൽ ഏതവസ്ഥയിലാണ്? വരുമാനം കൂടുതൽ, ചെലവ് കുറവ്. സാമ്പത്തിക സുരക്ഷിതത്വം സാധ്യമാക്കുവാൻ സഹായിക്കുന്ന അവസ്ഥ ഏതാണ്? വരുമാനം കൂടുതൽ, ചെലവ് കുറവ്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. Financial security means maintaining higher standard of living and the ability to meet expenses likely to incur in future. The following 3 states can be observed by examining the income and expense of families. Expense and income are equal. Income is more than expenses. Income is less than expenses. In which of these conditions can income be saved? Income is more than expenses. What are the conditions that help to achieve financial security? Income is more than expenses. സാമ്പത്തിക സുരക്ഷിതത്വം നേടുന്നതിൽ മിതവ്യയശീലത്തിന്റെ പങ്കെന്താണ്? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വരുമാനം ഫലപ്രദമായി ചെലവഴിക്കുന്നതാണ് മിതവ്യയം. മിതവ്യയം നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമായിരിക്കണം. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ മിതവ്യയം സഹായിക്കുന്നു. മിതവ്യയത്തിന് ലളിതമായ ജീവിതശൈലി അത്യാവശ്യമാണ്. മിതവ്യയത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? ആഡംബര വസ്തുക്കൾ ഒഴിവാക്കുക. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാം. പരസ്യങ്ങളുടെ പ്രലോഭനം ഒഴിവാക്കുക. നിങ്ങൾക്ക് ലഭിച്ച പോക്കറ്റ് മണി അനാവശ്യമായി ചെലവാക്കാതെ സൂക്ഷിച്ചു വയ്ക്കുക. ഇതെല്ലാം ചെയ്യാം. What is the role of thrift
in achieving financial security. Thrift is the habit of spending our income effectively to meet our desired requirements. Thrift should be a part of our lifestyle. Thrift helps to ensure economic security. Simple lifestyle is essential for thrift. It helps us to achieve financial security. What can a child do as part of thrift habit? Avoid luxury goods. Produce food grains, vegetables and fruits that can be cultivated at home. Avoid the temptation of advertisements. Save the pocket money that you gained. സൗരയൂഥത്തിൻ്റെ ഒരു വിദൂര ദൃശ്യമാണ് കൂട്ടുകാർ ഇവിടെ കാണുന്നത്. ശ്രദ്ധയോടെ നിരീക്ഷിക്കുമല്ലോ. സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളെ പട്ടികയായി എഴുതി നോക്കിയാലോ. ബുധൻ അഥവാ മെർക്കുറി, ശുക്രൻ അഥവാ വീനസ്, ഭൂമി അഥവാ എർത്ത്, ചൊവ്വ അഥവാ മാർസ്, വ്യാഴം അഥവാ ജൂപ്പിറ്റർ, ശനി അഥവാ സാറ്റൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇനി നമുക്ക് ഗ്രഹങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചാലോ. പ്രിപ്പയർ ഐഡന്റിറ്റി കാർഡ് ഫോർ പ്ലാനറ്റ്സ്. ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത്, ഏറ്റവും ചെറുത്, ഉപഗ്രഹങ്ങളില്ല, ഏറ്റവും വേഗത്തിൽ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നു. മെർക്കുറി ക്ലോസസ്റ്റ് ടു ദ സൺ, സ്മോളസ്റ്റ്, നോ സാറ്റലൈറ്റ്സ്, റിവോൾവ്സ് ദ സൺ ഫാസ്റ്റ്ലി. ഇത് ഗ്രഹങ്ങളുടെ തിരിച്ചറിയൽ കാർഡിൻ്റെ ഒരു മാതൃകയാണ്. ഇതേ മാതൃകയിൽ എല്ലാ ഗ്രഹങ്ങളുടെയും തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാം. തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാനായി ഓരോ ഗ്രഹത്തെയും സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ശുക്രൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഏറ്റവും ചൂടുള്ള ഗ്രഹം, ഉപഗ്രഹങ്ങളില്ല. എന്നെ സൂര്യോദയത്തിന് തൊട്ടുമുമ്പും സൂര്യാസ്തമയം കഴിഞ്ഞ ഉടനെയും ആകാശത്ത് കാണാൻ കഴിയും. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം, വെള്ളിമീൻ, പെരുമീൻ എന്നൊക്കെ എനിക്ക് പേരുകളുണ്ട്. പടിഞ്ഞാറ് സൂര്യോദയമുള്ള ഏക ഗ്രഹമാണ് ഞാൻ. ഭ്രമണത്തിന് പരിക്രമണത്തേക്കാൾ സമയമെടുക്കുന്ന ഏക ഗ്രഹമാണ് ഞാൻ. വീനസ് ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്, ഹോട്ടസ്റ്റ് പ്ലാനറ്റ്, no satellites. You can see me in the sky just before the sunrise and immediately after sunset. I have names like morning star, evening star, silver fish, and I am the only planet with sunrise in the west. I am the only planet that takes longer time for rotation. ഭൂമി ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ നീല നിറം, ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം, ഒരു ഉപഗ്രഹം ചന്ദ്രൻ. സ്വയം അച്ചുതണ്ടിൽ ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്യുന്നതിന് എനിക്ക് 24 മണിക്കൂർ വേണം. എൻ്റെ 2/3 ഭാഗം വെള്ളമാണ്. അന്തരീക്ഷമുള്ള ഗ്രഹമാണ് ഞാൻ. എർത്ത് ബ്ലൂ ഇൻ കളർ വെൻ വ്യൂഡ് ഫ്രം സ്പേസ്. The only planet where life is found to exist. One satellite, moon. I take 24 hours for one rotation on my axis. 2/3 of my part consists of water. I have atmosphere. ചൊവ്വ 2 ഉപഗ്രഹങ്ങൾ. പണ്ട് ജലം ഒഴുകിയിരുന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിയോട് ഏറ്റവും സാമ്യമുള്ള ഗ്രഹമാണ് ഞാൻ. എന്നിലെ സമൃദ്ധമായ ഇരുമ്പിൻ്റെ സാന്നിധ്യം എന്നെ സൗരയൂഥത്തിലെ ചുവന്ന ഗ്രഹമാക്കി. മാർസ് 2 satellites, traces of water flow in ancient times discovered. I am very similar to Earth. The presence of abundant iron made me a red planet in the solar system. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹം, 60-ൽ പരം ഉപഗ്രഹങ്ങൾ, സൂര്യനെ വലം വയ്ക്കാൻ 12 വർഷം.
എൻ്റെ ഉപഗ്രഹങ്ങൾ ഗാനിമിഡെ, കാലിസ്റ്റോ, അയോ, യൂറോപ്പ എന്നിവയാണ്. ഏറ്റവും വലുത് ഗാനിമിഡെയാണ്. ജൂപ്പിറ്റർ, ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ്, മോർ ദാൻ 60 satellites, 12 years to revolve around the sun. My satellites are Ganymede, Callisto, Io, Europa. The biggest among them is Ganymede. ശനി, ചുറ്റും വലയങ്ങളുണ്ട്. 30-ൽ അധികം ഉപഗ്രഹങ്ങൾ. എൻ്റെ വലയമാണ് എന്നെ മറ്റു ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഏറ്റവും വിദൂര ഗ്രഹമാണ് ഞാൻ. സാറ്റേൺ ഹാസ് റിംഗ്സ് അറൗണ്ട് മോർ ദാൻ 30 satellites. My ring is what makes me different from other planets. I am the most distant planet visible for the naked eye. യുറാനസ്, 25-ൽ അധികം ഉപഗ്രഹങ്ങൾ. സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷം. സൗരയൂഥത്തിലെ 3-ാമത്തെ വലിയ ഗ്രഹം. സൗരയൂഥത്തിലെ ശയന പ്രദക്ഷിണം നടത്തുന്ന ഏക ഗ്രഹമാണ് ഞാൻ. എൻ്റെ അച്ചുതണ്ടിന് 98 ഡിഗ്രി ചെരിവുണ്ട്. യുറാനസ്, മോർ ദാൻ 25 satellites, 84 years to revolve around the sun. Third biggest planet in the solar system. I am the only planet who has prograde rotation. My axis is 98 degree. നെപ്റ്റ്യൂൺ, 1 ഡസനിലധികം ഉപഗ്രഹങ്ങൾ. സൂര്യനെ വലം വയ്ക്കാൻ 164 വർഷം. ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുകൾ ഉള്ളത് എന്നിലാണ്. മണിക്കൂറിൽ 2000 കിലോമീറ്റർ വേഗത്തിൽ. മോർ ദാൻ എ ഡസൻ സാറ്റലൈറ്റ്സ്, 164 years to revolve around the sun. I carry the strongest winds, 2000 km/h. പ്ലക്കാർഡിലെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ സൗരയൂഥത്തിലെ അംഗങ്ങളെ കണ്ടെത്തുക. ഞങ്ങൾ ഗ്രഹങ്ങളെക്കാൾ ചെറുതാണ്. ഞങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെയും തനതായതുമായ ഭ്രമണപഥം ഇല്ല. പ്ലൂട്ടോ ഞങ്ങളുടെ കുടുംബാംഗമാണ്. ആരാണ് ഞങ്ങൾ? കുള്ളൻ ഗ്രഹങ്ങൾ. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളാണ് ഞങ്ങൾ. സാധാരണയായി ഭൗമോപരിതലത്തിൽ എത്തുന്നതിനു മുൻപ് ഞങ്ങൾ എരിഞ്ഞു തീരുന്നു. എന്നാൽ ചിലപ്പോൾ കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴാറുണ്ട്. ഉൽക്കാശിലകൾ. Identify the members of solar system based on the features defined in the placards. We are smaller than the planets. We do not have an unobstructed or unique orbits. Pluto is a member of our family. Dwarf planets. We are rocky pieces of many sizes entering the Earth's atmosphere. Usually, we burn up before we reach the surface of the Earth. But sometimes, we fall to the ground without fully burnt. Meteoroids. ഞങ്ങൾ ഗ്രഹങ്ങളെ വലം വയ്ക്കുന്നു. ആരാണ് ഗ്രഹങ്ങളെ വലം വയ്ക്കുന്നത്? അതെ, ഉപഗ്രഹങ്ങൾ. ഞങ്ങൾ സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണ്. സൂര്യനോടടുക്കുമ്പോൾ ഞങ്ങൾക്ക് തിളങ്ങുന്ന വാൽ രൂപം കൊള്ളുന്നു. ഐസോൺ, ഹാലിയുടെ ധൂമകേതു, ദുവ, ഗൂമർ, മഹാധൂമകേതു എന്നിവ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ആരാണ്? ധൂമകേതു. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്നു. ചെറുപാറ കഷണങ്ങളാണ് ഞങ്ങൾ. ക്ഷുദ്രഗ്രഹങ്ങൾ. We revolve the planets, satellites. We are the rare substances that rarely enter the solar system with lumps of cosmic dust and snow particles. As we approach the sun, we form a glowing tail. Ison, Halley's comet,
Dhua, Goomer, and Great Comet are the members of our family. Comet. We are pieces of rocks which revolve the sun between Mars and Jupiter. Asteroids. വിവരങ്ങൾ വായിച്ചുവല്ലോ. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തി പ്രശ്നോത്തരിക്ക് ആവശ്യമായ പരമാവധി ചോദ്യങ്ങൾ കണ്ടെത്തി എഴുതുക. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? സൂര്യൻ. സൂര്യാസ്തമയത്തിനു ശേഷം ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നവയിൽ പ്രധാനപ്പെട്ടവ ഏതാണ്? ചന്ദ്രനും നക്ഷത്രങ്ങളും. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഡാഷ് ഗാലക്സി. സൗരയൂഥം ഉൾപ്പെടുന്ന നമ്മുടെ ഗാലക്സിയുടെ പേര് ക്ഷീരപഥം. ക്ഷീരപഥത്തിൻ്റെ ആകൃതി എന്താണ്? ഡിസ്ക് ആകൃതി. ഏറ്റവും അടുത്തുള്ള ഗാലക്സി ഏതാണ്? ആൻഡ്രോമിഡ. പ്രകാശവർഷം എന്താണ്? ഒരു വർഷത്തിൽ ഒരു പ്രകാശരശ്മി സഞ്ചരിക്കുന്ന ദൂരം. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം സംബന്ധിച്ച് നിലവിലുള്ള സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ളത് ഏതാണ്? മഹാവിസ്ഫോടന സിദ്ധാന്തം. Have you read the above passage? Now, using the above details, prepare maximum number of questions for a quiz program. Which is the closest star to the Earth? Sun. Which are the main ones that appear in the sky after sunset? Moon and stars. Dash is made up of billions of stars. Galaxy. Name of our galaxy which includes solar system. Milky Way. What is the shape of Milky Way? Disc shape. Which is the nearest galaxy? Andromeda. What is light year? The distance that a ray of light travels in a year. What is the most popular of the current theories regarding the origin of the universe? Big Bang Theory. 7 വൻകരകളും 5 സമുദ്രങ്ങളും ഉൾപ്പെടുന്ന ഒരു മാപ്പാണ് കൂട്ടുകാർ ഇവിടെ കാണുന്നത്. മാപ്പ് ശ്രദ്ധയോടെ നിരീക്ഷിക്കുമല്ലോ. നൽകിയിരിക്കുന്ന ലോക ഭൂപടം നിരീക്ഷിച്ച് പദസൂര്യൻ പൂർത്തിയാക്കുക. വൻകരകൾ ഏതൊക്കെയാണ്? വൻകരകൾ ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. Observe the world map and complete the word web. Continents: Asia, Africa, North America, South America, Antarctica, Europe, Australia. ഏതൊക്കെയാണ് സമുദ്രങ്ങൾ? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം. ഓഷ്യൻസ്: പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, അന്റാർട്ടിക് ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ. വായനാ കാർഡ് നിർമ്മിക്കാം. ഓരോ വൻകരയ്ക്കും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. ഈ സവിശേഷതകൾ കണ്ടെത്തി ഓരോ വൻകരയെക്കുറിച്ചും വായനാ കാർഡ് നിർമ്മിക്കാം. വായനാ കാർഡ് തയ്യാറാക്കുന്നതിന് പാഠപുസ്തകത്തിലെ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തുമല്ലോ. ഏഷ്യ ഏറ്റവും വലിയ വൻകരയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള വൻകരയാണിത്. ഇന്ത്യ ഏഷ്യയുടെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഏഷ്യയിലാണ്. വൈവിധ്യമാർന്ന കാലാവസ്ഥാ സവിശേഷതകളുള്ള പ്രദേശങ്ങൾ ഏഷ്യയിലുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. Prepare a reading card. Each continent has its own peculiarities. Find the peculiarities and prepare a reading card on each continent. Make use of the details given in the textbook before completing it.
Asia. Asia is a largest continent. It is located to the north of the Indian Ocean. It is world's most populated continent. India is part of this continent. Mount Everest, the highest peak, is situated in Asia. Asia has regions that enjoy diverse climatic features. Asia is the largest producer of rice in the world. ആഫ്രിക്ക വലുപ്പത്തിൽ 2ാം സ്ഥാനം. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ്. ജനവാസത്തിൽ 2ാം സ്ഥാനം. ഭൂരിഭാഗം പ്രദേശങ്ങളും മരുഭൂമികളാണ്. സമ്പന്നമായ ജന്തുവൈവിധ്യമുള്ള ഇടതൂർന്ന വനങ്ങൾ ആഫ്രിക്കയിലുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിലൂടെ ഒഴുകുന്നു. ആഫ്രിക്ക. Africa is the second largest continent. The Sahara, the world's largest desert, is located in Africa. Second in density of population. Most of the regions are deserts. Dense forests with the world's rich animal diversity exist in this continent. The Nile, world's largest river, flows through this continent. വടക്കേ അമേരിക്ക പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. വലുപ്പത്തിൽ 3ാം സ്ഥാനം. അലാസ്ക പർവ്വതനിരയിലെ മക്കിൻലിയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ലോകത്ത് ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ 21% ഉൾക്കൊള്ളുന്ന 5 വലിയ തടാകങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ്. മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന എസ്കിമോകൾ ഈ വൻകരയുടെ സവിശേഷതയാണ്. ലോകത്തിൽ ഏറ്റവുമധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വൻകര. നോർത്ത് അമേരിക്ക. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ പസഫിക് ഓഷ്യൻ ആൻഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇറ്റ് സ്റ്റാൻഡ്സ് 3rd in size. Mount McKinley is the highest peak. The 5 Great Lakes, which together hold 21% of the world's available fresh water, are located here. The Inuits or Eskimos living in snow-covered regions are a special feature of this continent. The climate and the soil are suitable for agriculture. It is the world's largest producer of wheat. തെക്കേ അമേരിക്ക പസഫിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വലുപ്പത്തിൽ 4ാമതാണ്. അക്കോങ്കുവ പർവ്വതമാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ആമസോൺ നദി, ഇടതൂർന്ന ആമസോൺ വനങ്ങൾ എന്നിവ തെക്കേ അമേരിക്കയിലാണ്. കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിലാണ്. കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ മരച്ചീനയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. South America. It is located between Pacific Ocean and Indian Ocean. 4th in size. Mount Aconcagua is the highest peak. River Amazon and dense forests of the Amazon River basin situated here. Cattle rearing is the important occupation of the people here. Tapioca, the favorite food of Keralites, is native to South America. അന്റാർട്ടിക്ക വലുപ്പത്തിൽ 5ാം സ്ഥാനത്താണ് അന്റാർട്ടിക്ക. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. സ്ഥിരമായ മനുഷ്യവാസമില്ല. പല രാജ്യങ്ങളും കാലാവസ്ഥാ പഠനത്തിനും ധാതു പര്യവേഷണങ്ങൾക്കുമായി ഇവിടെ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം. മൈത്രി, ഭാരതി എന്നിവ അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രങ്ങളാണ്. അന്റാർട്ടിക്ക. Antarctica stands 5th in size. It is known as White Continent. There is no permanent human settlement. Many countries have set up research centers for climate studies and mineral explorations. It is the coldest region in the world. Maitri and Bharati are the Indian research centers in Antarctica. യൂറോപ്പ്.
അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. വലിപ്പത്തിൽ 6-ാം സ്ഥാനം. യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു. വ്യാവസായികമായി പുരോഗതി നേടിയ വൻകര. മത്സ്യബന്ധനം പ്രധാന തൊഴിലാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 3ാമത്തെ വൻകര. യൂറോപ്പ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ഏഷ്യ. 6th in size. Ural mountain range separates it from Asia. It is industrially developed. 3rd most populated continent. Fishing is the most important occupation. ഓസ്ട്രേലിയ. ഏറ്റവും ചെറിയ വൻകര. ഓസ്ട്രേലിയയും ചുറ്റുമുള്ള ഏതാനും ദ്വീപുകളും ചേർന്ന് ഓഷ്യാനിയ എന്നറിയപ്പെടുന്നു. സമുദ്രത്താൽ ചുറ്റപ്പെട്ടതിനാൽ ഇതിനെ വൻകര ദ്വീപ് എന്ന് വിളിക്കുന്നു. ഗോതമ്പ് വ്യാപകമായി കൃഷി ചെയ്യുന്നു. പ്ലാറ്റിപ്പസും ഡിങ്കോയും ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന ജീവികളാണ്. ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധം. കങ്കാരുവിൻ്റെ ജന്മദേശമാണ്. ഓസ്ട്രേലിയ. സ്മോളസ്റ്റ് കോണ്ടിനെന്റ്. ഓസ്ട്രേലിയ along with a few surrounding islands is known as Oceania. It is referred to as the island continent as it is surrounded by ocean. Famous for sheep rearing. Birthplace of kangaroos. Wheat is cultivated extensively. Platypus and dingo found exclusively in Australia. പസഫിക് സമുദ്രം പറയുന്നു, വലിപ്പത്തിൽ 1-ാം സ്ഥാനം എനിക്കാണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിലുള്ള ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഇടം. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമാണ്. ഞാൻ ധാതു സമ്പന്നമാണ്. പസഫിക് ഓഷ്യൻ. I am the largest ocean. I have the largest number of islands. Challenger Deep in me is the world's deepest point. I am the world's largest fishing ground. I am rich in minerals. അറ്റ്ലാന്റിക് സമുദ്രം എന്താണ് പറഞ്ഞത്? ഞാൻ 2ാമത്തെ വലിയ സമുദ്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നായ ഗ്രാൻഡ് ബാങ്ക്സ് എൻ്റെ തീരത്താണ്. എൻ്റെ വടക്കൻ ഭാഗം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതയാണ്. Atlantic Ocean. I am the 2nd largest ocean. The Grand Banks, one of the important fishing centers, is on my bank. The northern part of me is the world's busiest ocean route. നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിനും ചിലതുണ്ട് പറയാൻ. ഞാൻ വലിപ്പത്തിൽ 3-ാം സ്ഥാനത്താണ്. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഞാൻ. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും എൻ്റെ ഭാഗങ്ങളാണ്. പവിഴപ്പുറ്റുകൾ എൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഇന്ത്യൻ ഓഷ്യൻ. I am 3rd in size. The Arabian Sea and Bay of Bengal are parts of me. I am the only ocean named after a country. The coral reefs is one of my important features. അന്റാർട്ടിക് സമുദ്രം പറഞ്ഞതെന്താണ്? അന്റാർട്ടിക്കയുടെ അതിർത്തിയിലുള്ള സമുദ്രമാണ് ഞാൻ. ഈ പ്രദേശത്ത് കടുത്ത തണുപ്പ് അനുഭവപ്പെടുന്നതിനാൽ എൻ്റെ ഉപരിതലം ഏറെയും മഞ്ഞുമൂടി മരവിച്ച അവസ്ഥയിലാണ്. എന്നിൽ ധാരാളം മത്സ്യസമ്പത്തുണ്ട്. അന്റാർട്ടിക് ഓഷ്യൻ. I am the ocean bordering Antarctica. Since the region experiences extreme cold, the surface of me is almost entirely frozen. I am the treasure of fishes. ആർട്ടിക് ഓഷ്യൻ പറയുന്നത് കേൾക്കാം. ഉത്തരധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ഞാൻ. വർഷത്തിൽ 6 മാസത്തിലേറെ ഞാൻ മഞ്ഞുമൂടി മരവിച്ചു കിടക്കുന്നു. ആർട്ടിക് ഓഷ്യൻ. I am the ocean that encircles the North Pole. I remain frozen for over 6 months a year. ഇന്നു നമ്മൾ പഠിച്ച 3 പാഠങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി ഓർമ്മ വന്നില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.